കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനെന്ന് സ്ഥിരീകരണം. കൊല്ലപ്പെട്ട മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ എന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. പരിക്കേറ്റവരുടെ എണ്ണം 63ആയി. വിമാനത്താവളം അടച്ചു. സുരേഷ് വെളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, കൊല്ലപ്പെട്ടയാൾ ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിക്കേറ്റ 63 പേരുടെ നില എങ്ങനെയാണ് വരുന്നത്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ആശങ്കപ്പെടുത്തുന്ന ഒരു ആക്രമണമാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഈ മേഖലയിൽ കുറച്ചു നാളുകളായി ഒരു സമാധാനം തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സമാധാനമൊക്കെ അപ്രസക്തമാകുന്നു. കൂടുതൽ ആശങ്കയുടെ നാളുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം ബലപ്പെടുന്ന വിധത്തിലാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ആക്രമണം. ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത് കുവൈറ്റിനാണ്. കുവൈറ്റിന് ഏതാണ്ട് 13 മിസൈലുകളും 17 ഡ്രോണുകളും ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കാര്യമായിട്ടുള്ള കേടുപാട് പറ്റി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ഏറ്റവും വലിയ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിലാണ് 63 പേർക്ക് പരിക്കേറ്റത്. ഒരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടമായത്. മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള മൻസൂർ അഹമ്മദ് റഹ്മാൻ, 55 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം കരാർ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം മരിച്ചതായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ 63 പേരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ നിരവധി ഇന്ത്യക്കാരുമുണ്ട്. അവരൊക്കെ തന്നെ വിവിധ ആശുപത്രികളിലായിട്ട് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ്. പല ഇടങ്ങളിലേക്കായിട്ടാണ് കുവൈറ്റിൽ ഇറാൻ ആക്രമണം നടത്തിയത്. വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തുമ്പോൾ തന്നെ കുവൈറ്റിലെ നയതന്ത്ര കാര്യാലയങ്ങൾ ലക്ഷ്യമിട്ടു. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. ഇങ്ങനെ പല കേന്ദ്രങ്ങളിലായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണമാണ് കുവൈറ്റിലേക്ക് ഇറാൻ നടത്തിയത്. അതുപോലെ തന്നെയായിരുന്നു ബഹ്റൈനിലെയും സാഹചര്യം. ബഹ്റൈനിലേക്ക് 3 ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ഡ്രോണുകളും ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം പ്രധാനമായും ലക്ഷ്യം വെച്ചത് ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ 5th ഫ്ലീറ്റിനെ ആയിരുന്നു. അതിനെ തകർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷെ കാര്യമായിട്ടുള്ള കേടുപാടുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ വീണ്ടും ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ശക്തമായി ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അപലപിക്കുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ഇറാൻ നൽകുന്ന ഒരു വിശദീകരണം, തങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ വേണ്ടി ആരാണോ സ്ഥലവും സൗകര്യങ്ങളും നൽകുന്നത് അവരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇറാന്റെ അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം. വിവരങ്ങൾ നൽകുന്നത് ഇറാന്റെ വിശദീകരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ പുറത്തുവരികയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കാരനാണ്.